ഹലോ ഗൈസ്, അപ്പം നമുക്ക് പൂജയുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് നോക്കാം. അതായത് ശരിക്കും ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് പൂജ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, ഭയങ്കരമായിട്ടാണ് കരയുന്നത്. ആ ഒരു നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ശരണ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. കാരണം ചില ഫേസ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ബാക്ക് പെയിൻ ഉള്ളവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇതിപ്പോൾ പറയുന്ന എനിക്ക് തന്നെ അതിൻ്റെ ഒരു വേദന എന്താണെന്ന് അറിയാം. കാരണം വെച്ചാൽ യൂട്രസിനകത്തേക്ക് 3 സിസ്റ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ബാക്ക് പെയിൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അത് ശരിക്കും നമുക്കത് മനസ്സിലാവും. പക്ഷേ എനിക്ക് ഇതിനകത്തേക്ക് ഒരു ഡൗട്ടുള്ളൊരു കാര്യം, അതായത് നമുക്കറിയാം ഇപ്പം ബിഗ് ബോസ് വീടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നമുക്ക് എല്ലാവർക്കും കിട്ടി കാണണം. കാരണം വലിയ അത്രയും കരുത്ത് ആർജിച്ച ആളുകളാണ് ഇവിടെ നിന്ന് മലമറിക്കുമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പോയിട്ട് കാറിക്കൂവി തൊഴുത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിൽ അപ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന അവർ എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം വെച്ചാൽ ഒരു പ്രഷർ നിറഞ്ഞൊരു ഇതാണ്, സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക്, അങ്ങനെയുള്ളൊരു ഷോയിലേക്ക് ഇങ്ങനെ മത്സരാർത്ഥികളെ വിടുമ്പോഴേക്കും ഇവരുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ഇത് പെടില്ലേന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുക. കാരണം ഈ പൂജയുടെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണ്. കാരണം ബാക്ക് പെയിൻ അല്ല, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടെന്നാണ് പൂജ ശരണ്യരോട് കരഞ്ഞ് പറയുന്നത്. വീട്ടിൽ നിന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം, ഹെൽത്ത് പിന്നെ ഇത് ഡിസ്കിന് പ്രശ്നമുള്ളതാണ്, നല്ലപോലെ ശ്രദ്ധിക്കണമെന്നൊക്കെ. അപ്പോൾ എന്താണെന്നാൽ ഇതിനകത്തേക്ക് വരുമ്പോൾ നിരവധി ടാസ്കുകൾ, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ, ചിലപ്പോൾ അതിനകത്തേക്ക് ഭയങ്കര നമുക്കത് ചെയ്യാൻ പാടുപെടുന്ന ഒത്തിരി ടാസ്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും അതും ശരിക്കും ആ വരുന്ന ആൾ തന്നെ അത് പുറത്തുനിന്ന് നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസ്കിനൊക്കെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാമായിരുന്നു. കാരണം നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. പക്ഷേ പൂജ തിരിച്ചു വരണമെന്ന് ആർക്കുമില്ല. കാരണം പൂജ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ഒരു സ്വന്തമായിട്ടൊരു നിലപാടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനോ ഉള്ളൊരു ഇത് പൂജയ്ക്കില്ല എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ വീഡിയോസിലെ കമൻസ് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഉള്ളത് ഇത് അസുഖം എത്രയും പെട്ടെന്ന് തീരട്ടെ. പക്ഷേ പൂജ തിരിച്ച് ബിഗ് ബോസിലേക്ക് വരണ്ട. കാരണം വന്നിട്ടും കാര്യമില്ല. പൂജയിൽ നിന്നും വേറെ ഒന്നും അവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു ഗെയിം നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും അത് പ്രേക്ഷകരത് പറയുന്നു. എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ പൂജ എന്തായിരുന്നാലും ഇതിനകത്തേക്ക് പങ്കെടുക്കണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരട്ടെ.